അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. കണ്ടില്ലേ ഭംഗിയാണ്, നോക്കിയേ ആ ഒരു ബോട്ട് പോകുന്നത് കാണാൻ. എന്ത് പറ്റിയെന്ന് വെച്ചാല് കടൽ മാക്രി കാരണം പണിക്കൊന്നും പോക്കില്ല, ആരും പണിക്ക് വെക്കാൻ. കടൽ മാക്രി എന്ന് പറഞ്ഞാൽ തവള, ഈ വലൊക്കെ കംപ്ലൈന്റ് ആക്കണ കടൽപ്പന്നി. അപ്പൊ ഒരു മാസമായിട്ട് ഇപ്പൊ ആരും പോകുന്നില്ല. ഇനിയിപ്പോ എന്നാ ഇറങ്ങാൻ പറ്റിയ? ഇനിയിപ്പോ അതൊക്കെ പോണം, എന്നാലേ പോകാൻ പറ്റും. പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വരിക? അന്നന്ന് വരും. അന്നന്ന് പോയിട്ട് വരും. കാലത്ത് പോയിട്ട് രാത്രി തിരിച്ചെത്തും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിൽക്കാച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ ഇവിടുത്തെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ തന്നെയാണുള്ളത് കേട്ടോ, വേങ്ങരയില് നമ്മുടെ റൂമിന്റെ തന്നെയാണുള്ളത്. ഇന്ന് നമ്മൾ മലപ്പുറം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്താണ് തിരൂര് എന്ന് പറയുന്ന സ്ഥലം. തിരൂര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കേരളത്തിലെ ചൈന. അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഫോണായിക്കോട്ടെ എന്തായിക്കോട്ടെ ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തിരൂർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് ഷൂട്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത്, നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇതാണ്ട് ഈ റോഡ്, നമ്മൾ വന്ന റോഡ് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരൂർക്ക് ബസ് കയറിയതിന് ശേഷം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഇന്നൊരു വ്യാഴാഴ്ചയാണ്. ഞാൻ ആ ഒരു തിരൂർ മാർക്കറ്റ് സൈഡിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അത്ര വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഫ്രൈഡേ മാർക്കറ്റ്, അതായത് വെള്ളിയാഴ്ച ദിവസം ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളും ലീവായിരിക്കും. പുറത്തുനിന്നുള്ള കച്ചവടക്കാർ വന്നിട്ട് ഫുട്പാത്തിലേക്ക് ഇട്ടിട്ട് ഫോണുകളൊക്കെ കച്ചവടം ചെയ്യുന്ന രംഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാളെ വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും തിരൂർ വഴിയാണ് നാളെ തിരിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരൂർ മാർക്കറ്റ് എന്നുള്ളൊരു പരിപാടി നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചു. അടിപൊളി ഫ്രൈഡേ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഉണ്ണിയാല് ബീച്ച് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. ഈ ഒരു മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ച്, ഞാൻ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിയാല് ബീച്ച്. ഇവിടെ തിരൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു ബീച്ചാണ് കേട്ടോ. അടിപൊളി മനോഹരമാണെന്നാണ് പറയുന്നത് കേട്ടത്. ഇവിടെ നിന്ന് ഏത് ബസ്സിലാണ് കയറേണ്ടതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. നമുക്ക് എന്തായാലും ആരത്തിലൊക്കെ ഒന്ന് നൈസായിട്ട് ചോദിക്കാം. ബ്രോ, ഇവിടെ നിന്ന് ഉണ്ണിയാല് ബീച്ചിലേക്ക് എങ്ങനെ പോവാ? ബസ് ഉണ്ട്. ഏത് ബസ്സിലാണ് കയറേണ്ടത്? കൂട്ടായി. ഏത് ഭാഗത്ത് കിട്ടുക? ഒന്ന് പോട്ടെ എന്നാ. ഓക്കെ, ഇവിടെ സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവനാണ് ആകപ്പാടെന്ന് കമ്പനി ആയത്. അവിടെ മൊബൈൽസിൻ്റെ സർവീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റേറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കാൻ ഫോൺസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഉണ്ണിയാല് ബീച്ച്. അപ്പോൾ ഗൈസ്, ഇതാണ്ട് ഈ കാണുന്ന ബസ്സിൽ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഉണ്ണിയാല് ജംഗ്ഷൻ വരുന്നത് കേട്ടോ. ഇവിടുന്ന് എങ്ങോട്ടാ ബീച്ചിലേക്ക് പോകേണ്ടതെന്ന് നോക്കട്ടെ. തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 15 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ കഴിയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കേട്ടറിഞ്ഞെടുത്തോളം മലപ്പുറത്തിൻ്റെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചാണെന്നാണ്. ആരത് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി, എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പങ്കുവെക്കുന്നത് കേട്ടോ. ഒട്ടും സമയം വൈകിക്കുന്നില്ല, നേരെ ഉണ്ണിയാല് ബീച്ചിലേക്ക് പെടച്ചേക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. 1/2 കിലോമീറ്ററോളം ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ദാണ്ടെ പുറകിൽ ബീച്ച് കാണുന്നുണ്ട്. ചുറ്റിലും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്ത് വരെ വീടുകളുണ്ട്. അടിപൊളി ലൈഫാ. കടലിൻ്റെ മക്കളാ. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ബീച്ചിലേക്ക് കയറാം. അപ്പൊ ഗൈസ്, നമ്മൾ ബീച്ചിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ബീച്ചിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്താന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമായിട്ട് വരുന്ന ഒരു സ്പോട്ട് വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടെന്നാണ് കേട്ടറിവ് കിട്ടിയത്. ഒന്ന് ആ ഒരു ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അവിടെ അങ്ങനെ ആർക്കും ക്യാമറേന്റെ മുന്നിൽ വരാൻ മടിയാണ്, ചടപ്പാണ്. അപ്പൊ ഒരു കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് എന്താ പറയാ, അവരെ ഇൻക്ലൂഡ് ചെയ്യൽ കുറച്ച് ഇടങ്ങാറ് പിടിച്ച പരിപാടിയാവും. പിന്നെ അതിന് മാത്രം നമുക്ക് പറ്റിയ ആൾക്കാരെ കിട്ടണം. അതിന് മാത്രമുള്ള ആൾക്കാരൊന്നും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും വരും, ആരെയൊക്കെ വന്ന് ചാടും, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്തേക്ക്, ആ ഒരു കായലിന്റെ ഒരു സ്പോട്ട്, ഈവനിങ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അടിപൊളിയാണ് കേട്ടോ. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഷോർട്സിലായാലും റീൽസിലായാലും
അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു സ്പോട്ട്, ഒരു ഈവനിങ് സ്പോട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു സായന്തന വേളയിൽ നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ഈ കാണുന്ന റോഡ് കണ്ട, ഈ കാണുന്ന റോഡ് ഏകദേശം കുറച്ചങ്ങോട്ട് നടക്കുക, ഒരു 1/2 കിലോമീറ്ററിനകത്ത് അത്ര വരുള്ളൂ. അവിടെ എത്തി കഴിഞ്ഞിട്ട് കാണാം. നല്ല വെയിലാണ്, സൂര്യൻ ഇങ്ങനെ എന്താ പറയാ, സൂര്യൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന്. ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൺസെറ്റിന്റെ ടൈം ആയി കഴിഞ്ഞാൽ ആ ഒരു വെയിലിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഇത് ഈ ഒരു സൈഡ് നേരത്തെ ഭാഗത്തുനിന്ന് ഭണ്ടാര വെയിലടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു സ്പോട്ട് ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് നോക്കിയ കാഴ്ച, അടിപൊളി കാഴ്ച അല്ലേ? എന്താ ഒരു കാഴ്ച നോക്കിയാ, അതായത് നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും ഭംഗി എന്താ പറയാ, എനിക്ക് നേരിട്ടിട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റണില്ല, ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിട്ടോ. സത്യം പറയാ, നമുക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ അതിൽ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു റോഡ് നമ്മൾ പോകുമ്പോ ഈ ഒരു റോഡിലൂടെ പോകും. ആ ഒരു കായലും കടലും ആ ഒരു രണ്ട് സൈഡായിട്ട് നിൽക്കുന്ന ആ ഒരു സ്പോട്ട് പറഞ്ഞറിവ് കേട്ടിട്ടുള്ളൂ. എന്താ അവസ്ഥ അത് അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കായൽ തന്നെയാണോ അതോ ചിലപ്പോ വല്ല തോടാണോ, എന്താണ് അവസ്ഥ അത് അവിടെ പോയിട്ട് നമുക്ക് പറയാം. അപ്പോ ഇങ്ങനെ 4 വരി അങ്ങോട്ട് വർണ്ണിച്ചേക്കാം. അസ്തമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി ഉണ്ണിയാൽ ബീച്ചിൽ നിന്നും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ ക്യാമറ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. വിജനമായി കിടക്കുകയൊന്നല്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. നല്ല വെയില് സമയാ. സത്യം പറഞ്ഞ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് നല്ല അടിപൊളി വെയിലടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്താ പറയാ, അവിടെ പോയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം കായലാണോ എന്താ പുഴയാണോ എന്ന്. സംഭവം ആ കാണുന്ന ഒരു തോട് പോലെ കാണുന്നുണ്ടോ, അതാണെന്ന് തോന്നുന്നത്. അത് എന്തപ്പോ ഇനി പറയാതെ വലിയ പിടുത്തൊന്നുമില്ല. ചോദിച്ചോട്ടെ ഇക്കാ, നിങ്ങൾ ഇവിടെ തന്നെ സ്ഥലം? അത് കായലാണോ പുഴയാണോ? പുഴയാണ് അല്ലേ? ഏത് പുഴയാണത്? അഴീക്കൽ പുഴയാണോ? അതിന്റെ ആ ഒരു സ്പോട്ട് വരുന്നില്ലേ? ആ കാണുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ സ്ഥലല്ലേ? എന്താ പണി? കടലിൽ പോവുക. എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിക്കാൻ കാരണം. അപ്പൊ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു? പോയിട്ടില്ല. ഒരു ദിവസം പോയി കഴിഞ്ഞാ ഒരു മാസത്തോളമായി പോയിട്ട്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് വെച്ചാല് കടൽ മാക്രി കാരണം പണിക്കൊന്നും പോക്കില്ല. ആരും പണിക്ക് വെക്കാൻ. കടൽ മാക്രി എന്ന് പറഞ്ഞാ? കടൽ മാക്രി എന്ന് പറഞ്ഞാൽ തവള, ഈ വലൊക്കെ കംപ്ലൈന്റ് ആക്കണ ആ വല കീറുന്ന വല കടൽപ്പന്നി. കടൽപ്പന്നി. അപ്പൊ ഒരു മാസമായിട്ട് ഇപ്പൊ ആരും പോകുന്നില്ല? ആരും പോകുന്നില്ല. ഇനിയിപ്പോ എന്നാ ഇറങ്ങാൻ പറ്റിയ? ഇനിയിപ്പോ അതൊക്കെ പോണം, എന്നാലേ പോകാൻ പറ്റും. പോയി കഴിഞ്ഞാ എത്ര ദിവസം കൊണ്ട് വരിക? അന്നന്ന് വരും. അന്നന്ന് പോയിട്ട് വരൂല്ലേ? കാലത്ത് പോയിട്ട് രാത്രി തിരിച്ചെത്തും. രാത്രി തിരിച്ചെത്തും. ഒന്നരാടം പോകുള്ളൂ? ഡെയിലി പോകും. വെള്ളിയാഴ്ച മാത്രം ലീവ്. ഇനിയിപ്പോ അത് പോയിന്ന് എങ്ങനെ അറിയാ? അത് പോയിന്ന് അറിയല് മീൻ വരണം. മീനിപ്പോ കുറവാണ്. ഇപ്പൊ മത്തി ഉള്ളു. മത്തി ഉണ്ട്, പക്ഷെ മത്തി കടൽ മാക്രി കാരണം ആരും പോവാറില്ല. എന്നാ ശരി, എന്നാ ഞാൻ പോയി നോക്കട്ടെ. പുഴയാണല്ലേ? അഴീക്കൽ പുഴ. ഞാൻ അത്ര നേരം അഴീക്കൽ പുഴ. കായല് വന്നിട്ടേ അവിടുന്ന് ആരൊക്കെ പറയുന്ന കേട്ടു കായലാണ്, കായലും കടലും, ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും. അപ്പൊ നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഇവിടെ ഇത് കണ്ടിട്ട് അറിയപ്പെടല് ഉണ്ണിയാൽ അഴീക്കൽ എന്നാണ്. അഴീക്കല്. ഉണ്ണിയാല് വെച്ചുള്ള സ്ഥലം. ഓക്കെ, എന്നാ ശരി. എന്നാ അഴീക്കൽ പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആ ഒരു സൈഡില് നല്ല അറബിക്കടലിന്റെ മനോഹരമായിട്ടുള്ള ഒരു സായന്തന ഇടവേളകളും കാണാം. അടിപൊളിയാണ് കേട്ടോ. സ്പോട്ട് വേറെ ലെവലാണേ, ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ടാണ്. അവിടെ ദൂരെ ഒരാള് വല ഇടുന്നുണ്ട് കേട്ടോ. കുറെ കാലമായി ഈ പരിപാടിയൊക്കെ കണ്ടിട്ട്. ഞാൻ എറണാകുളം വൈപ്പിനിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരു 2-3 മാസത്തോളം ഞാൻ എറണാകുളം വൈപ്പിനിൽ ഞങ്ങൾ 4 പേര് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഈ ഒരു ബീച്ച്, ഇവിടെ ഉള്ള ആൾക്കാർ, ഈ ഒരു പരിസരമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു ലൈഫാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെറായി ഭാഗത്തായിരുന്നു. എന്താ പറയാ, കുഴിപ്പള്ളി ബീച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചെറായി ബീച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബീച്ചാണ് കുഴിപ്പള്ളി ബീച്ച്. നമ്മൾ എന്തായാലും അവിടെയൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ച് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ആളുകൾ പരിചയം ഉള്ള ആളുകളും ഒരുപാട് ഇപ്പോഴും എന്താ പറയാ, അവിടെ എന്ത് പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോ നമുക്ക് പോകാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും കവർ ചെയ്യും. ആ ഒരു ലൈഫ് ഞങ്ങളൊക്കെ അനുഭവിച്ച, ആസ്വദിച്ച്, അടിച്ച് പൊളിച്ച ആ ഒരു കാലം വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്കൊന്ന് ഓർമ്മ വന്നെന്നുള്ളൂ കേട്ടോ. അടിപൊളി ലൈഫാണ്. വല എറിഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്, വിഷി വല.
ഇതുവരെ ഉള്ളൂ ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റിയൊരു സ്പോട്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ചാടി കിടന്നിട്ട് അപ്പുറത്തേക്ക് പോകണം. നമുക്ക് എല്ലാ സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വിജനമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പൊ അവരുടെ പ്രൈവസി നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നു. എന്താ ചെയ്യാ? എന്തേലും കിട്ടിയോ? ഇപ്പൊ വന്നിട്ടുള്ളൂ. വീശാൻ പോവാ? നിർത്താൻ പോവാ? എന്താ പറയണെന്ന് മനസ്സിലാവുന്നില്ല. ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള കടപ്പുറത്തുള്ള ആൾക്കാരുടെ സ്ലാങ് ചെറുതായിട്ടൊന്ന് മാറും. ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ കുറച്ച് ഇവരായിട്ട് സംസാരിച്ച് ഇടപഴകി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. വീശാൻ പോവാണോ എടുക്കാൻ പോവാണോ എന്ന് അറിയില്ല. നോക്കട്ടെ. വീശാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് വീശുന്നില്ല ഗൈസ്. നമുക്ക് തിരിച്ചു പോകാം. അത് സംഭവം വീശി വലയല്ല, അത് തണ്ടാടിയാണ്. തണ്ടാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അതായത് ഇവിടുന്ന് ആ തല മുതൽ ഒരു തല വരെ ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് ഒരു അറ്റത്തെ രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കണ സാധനം. അപ്പൊ അതിലിങ്ങനെ മീൻ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടാവും. അതിന് ഞങ്ങളൊക്കെ നാട്ടിൽ തണ്ടാടി എന്നൊക്കെ അങ്ങനെ പറയാറ്. എല്ലാവരുടെയും നാട്ടിൽ എന്താ പറയാറെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കട്ടാ. അപ്പൊ നമ്മളിവിടെ വിഷുവലയാണെന്ന് വിചാരിച്ച് വല വിഷു എന്ന് വിചാരിച്ച് കാത്തിരുന്ന നമ്മളാരായി എന്തോ ഈ വഴി നേരെ നമുക്ക് ആ ഒരു ബീച്ച് സൈഡിലേക്ക് തന്നെ ചാടാം. അഴീക്കൽ പുഴ അത്യാവശ്യം ആള് നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം എന്താ പറയാ ആഴമൊന്നുമില്ല, നമുക്ക് അടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല സ്പോട്ട്. കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ആ കട ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു ടൈമിന് ഇങ്ങനെ കുറച്ചു നേരം ആസ്വദിച്ച് അത് കഴിഞ്ഞ് സൺസെറ്റിന്റെ ടൈം ആവുമ്പോ ആ ഒരു കടപ്പുറത്ത് പോയി ആ ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കപ്പിൾസ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അടിച്ച് പൊള്ളിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഞാൻ ഇവിടെ വന്നു, ഞാൻ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് നേരെ ബീച്ച് സൈഡിലൂടെയാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു വഴി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ കുറെ വള്ളങ്ങളൊക്കെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ആള് പറഞ്ഞു കേട്ടില്ലേ, കുറെ കാലമായി ഇവിടെ ഉള്ളവര് കടലിൽ പോയിട്ട് ഈ വലയൊക്കെ കയറുന്ന പ്രശ്നമുള്ളത് തന്നെ ഇവർക്ക് പോയിട്ട് വലിയ കാര്യമില്ല എന്നാണ് ആള് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് ഇവരെ കണ്ടപ്പോ അവര് പറഞ്ഞു, യൂട്യൂബ് ചാനലാണോ ഞങ്ങള് ഷൂട്ട് ചെയ്യോ ചോദിച്ചു. ഒരു മടിയില്ലാത്ത ടീം. എന്നാ പിന്നെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്താ എന്റെ പേര്? റസൽ. എന്റെ പേരെന്താ? നിന്റെ പേരെന്താ? ഹയ. ഹയ എന്താ കഴിക്കണേ? അച്ചാറാണോ? ഇവിടെ തന്നെ വീട്? കൊറേ ദൂരം ഉണ്ടോ? ആ കുറച്ചങ്ങട്ട്. ശരി എന്നാ പോട്ടെ. യൂട്യൂബിൽ വരും കേട്ടോ, സെലിബ്രിറ്റി ആവും. ശരി പോട്ടെ. അവർക്കൊരു മടിയില്ല, ഒന്നുമില്ല, ഒരു വിഷയമില്ലാത്ത കേസ്. ഞങ്ങളീ ഷൂട്ട് ചെയ്യോ പറഞ്ഞിട്ട് അവരെ ഷൂട്ട് ചെയ്യാ, അത്രേ ഉള്ളൂ. മടിയൊന്നും ഇല്ലാതെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളുണ്ട്. സെറ്റാണ്. ഇത്രയും ചുറ്റിലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച. അടിപൊളി അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ അന്ന് ആ വർക്കല ബീച്ചിലൊക്കെ പോയപ്പോണ്ടല്ലോ, ഇത്ര ആ ഒരു സെറ്റപ്പിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അസ്തമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സൂര്യനും എന്താ പറയാ അടിപൊളിയായിട്ട് എന്താ മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ പകർത്താനാവുന്ന കടലും. വലിയ സാഹിത്യം ഒന്നും ഒഴുകുന്നില്ല നാക്കില്. എന്തരയിലൊക്കെ ആവട്ടെ, ഈ ഒരു കാറ്റും ഈ ഒരു തിരമാലയുടെ ഓളവും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കടപ്പുറത്ത് കൂടെ നടക്കണം. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നവരല്ല കേട്ടോ, ഇതെല്ലാം ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. നല്ല രസമായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. വൈകുന്നേര സമയങ്ങളിൽ എന്താ പറയാ ഇങ്ങനെ ഇതുപോലെ വന്നിട്ട് കുറച്ചു നേരമൊക്കെ ഇവിടെ കാറ്റൊക്കെ കൊണ്ട് നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. നമ്മള് പാലക്കാടാണ്, അങ്ങക്ക് കടലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതുപോലെ എന്താ പറയാ വീടിന്റെ മുറ്റത്ത് കടലിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല. നിങ്ങളെ പേരെന്താണ്? ഇവിടെ തന്നെ സ്ഥലം? ഈ ബോട്ടുകൾ അവരൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരെ കിട്ടി. ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ ഷൂട്ട് ചോദിച്ചിട്ട്
അപ്പൊ ഈ ബോട്ടുകളൊന്നും പോക്കില്ല അപ്പൊ രാവിലെ പോകും രാവിലെ പോവും. അല്ല കടൽപ്പന്നികൾ ഉണ്ട് പറഞ്ഞു തവളെ ബുദ്ധിമുട്ടാണ്. വല കീറുകയാണല്ലേ. ശരി എന്നാ ഒരു ചായ കുടിച്ചിട്ട് പോവാൻ നോക്കട്ടെ. ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. പോട്ടെ എന്നാ. ശരി. അപ്പൊ അവരൊക്കെ ലൈഫ് വേറെ ലൈഫാട്ടോ. വീട് ഇത് അവിടെ തൊട്ടപ്പുറത്താ വരുന്നത്. അവിടുന്ന് ഇവിടെ വന്ന് ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കണ്ടോ. ഇനി ഉണ്ണിയാല് ബീച്ചിൽ വന്നിട്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് വേണ്ട. ഇവിടെ ദൂരെ നിന്നിട്ട്, അടുത്തൊന്നല്ല ദൂരെ നിന്നിട്ട് സൺസെറ്റ് കാണുന്ന കണ്ട. സൂര്യനെ ഇറങ്ങി പോവാ. അപ്പോൾ ഗൈസ്, അഴീക്കൽ പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും സായന്തന വേളയിലെ ഉണ്ണിയാൽ ബീച്ചും ഈ ഒരു കാഴ്ചകളും ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രകൃതിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് മലപ്പുറത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഉണ്ണിയാൽ ബീച്ച് തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളുമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിലെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ 1K ആയ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതുപോലുള്ള സപ്പോർട്ടുകൾ മുന്നോട്ടും ഒരുപാട് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ്. ഇനി ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ.